നമസ്കാരം. ജ്യോതിഷത്തിൽ ഓരോരുത്തർക്കും ഭാഗ്യം കൊണ്ടുവരുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവയിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്ത ആളുകൾക്കും ഒരുപോലെ ഇവ ജീവിതത്തിൽ പല വിധേനയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. എന്നാൽ അതിനൊരു കൃത്യമായ കാരണം അല്ലെങ്കിൽ കൃത്യമായ ഒരു കാരണ ഹേതു ഉണ്ടാവേണ്ടത് അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. അത്തരത്തിലൊന്ന് ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ്. ഇതിനാലാണ് പലരുടെയും രാജയോഗം തെളിയുന്നതും അവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്നു വരുന്നതും. ഇത്തരത്തിൽ ഇക്കുറി നേട്ടം കൊണ്ടുവരുന്ന ഒരു മാറ്റമാണ് ബുധനും സൂര്യനും തമ്മിലുള്ള സംയോഗ നിമിത്തം ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ഭൗതിക കാര്യങ്ങളുടെ ഗ്രഹം ബുധനാണെന്ന്, അതോടൊപ്പം തന്നെ ബുധൻ സമം ബുദ്ധി എന്നൊരു ചൊല്ലുകൂടിയുണ്ട്. മാത്രമല്ല നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന പല മേഖലകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം ചില രാശിക്കാരിൽ വമ്പൻ നേട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 11 കുംഭൻ രാശിയിൽ ബുധൻ പ്രവേശിച്ചു കഴിഞ്ഞു. അടുത്ത ഫെബ്രുവരി 12 സൂര്യനും അതേ രാശിയിൽ തന്നെ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒരു യോഗം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് സൂര്യ ബുധ സംയോഗമാണ്. അതിൻ്റെ ഫലമായി സൂര്യനും ബുധനും കൂടിച്ചേർന്ന് ഒരു ബുധാദിത്യ രാജയോഗം രൂപം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെയും ബുധൻ്റെയും ഈ ഒരു സംയോഗത്തിലൂടെ ഉണ്ടാവുന്ന രാജയോഗം 4 രാശിയിൽ ജനിച്ച ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങളാണ് പ്രദാനം ചെയ്തത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ആ നേട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ലോട്ടറി ഭാഗ്യത്തെ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ബുധാദിത്യ രാജയോഗം നിമിത്തം ഈ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ സിദ്ധിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇടവം രാശിക്കാർക്കാണ് ഇതിൽ ആദ്യത്തെ ഗുണാനുഭവം ലഭിക്കാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രം വരുന്നുണ്ട്. കാർത്തികയുടെ അവസാന 3/4 ഭാഗമാണ്. പിന്നെ വരുന്നത് രോഹിണിയാണ്. അടുത്തത് മകീരം, ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്കും ഈ ബുധാദിത്യ രാജയോഗം വളരെയധികം നേട്ടത്തെയാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 11, 12 തീയതി മുതൽ തുടങ്ങിയ കാര്യമാണ് പറയുന്നത്. ജോലിയിലും ബിസിനസ്സിലുമൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അത് ഫെബ്രുവരി 11, 12 ശേഷം വരുന്ന ഒരു 7 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയം കണ്ടെത്താൻ കഴിയും. അനുയോജ്യമായ പല വിധത്തിലുള്ള മാറ്റങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ദാമ്പത്യ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകും. സൂര്യൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൂടാതെ വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് നല്ല ഉത്തമരായ പങ്കാളികളെ ലഭിക്കുവാനുള്ള ഭാഗ്യം കൂടിയാണ് സിദ്ധിക്കുന്നത്. അടുത്ത രാശി കന്യയാണ്. കന്യരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3/4 ഭാഗം വരുന്നുണ്ട്. അത്തം നക്ഷത്രം വരുന്നു. അടുത്തത് ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി കൂടിയാണ് കന്യരാശിയിൽ വരുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്താൽ ബുധാദിത്യ രാജയോഗം ഉണ്ടാകുമ്പോൾ നല്ല ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നതായിരിക്കും. അത് ഫെബ്രുവരി 12 ശേഷം വരുന്ന 7 ദിവസത്തിന് ശേഷമായിരിക്കും മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ഫെബ്രുവരി 19 ശേഷം നിങ്ങൾക്ക് ഒരു മാറ്റം ജീവിതത്തിൽ നല്ല രീതിയിൽ ദൃശ്യമാകുന്നതാണ്. നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഒരു ഭാഗ്യം, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. പെട്ടെന്നൊരു സാമ്പത്തിക നേട്ടം നിങ്ങളിലേക്ക് എത്തും. അത് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ ഒരു ഫെബ്രുവരി 19 ശേഷമുള്ള സമയം വളരെയധികം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ ഫെബ്രുവരി 11, 12 തീയതികളിലാണ് ഈ ഗ്രഹങ്ങളുടെ സംയോഗം ഉണ്ടായതെങ്കിൽ പോലും 7 ദിവസത്തിന് ശേഷമായിരിക്കും ആ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നപ്പോൾ ഇനി ഫെബ്രുവരി 19 ശേഷമുള്ള സമയം നിങ്ങൾക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളിൽ വിജയം കൈവരിക്കാനുള്ള സമയം കൂടിയാകുന്നു. അടുത്ത രാശി തുലാമാണ്. അപ്പോൾ തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ചിത്തിരയുടെ 2ാം പകുതി ഭാഗം വരുന്നുണ്ട്. അടുത്തത് ചോതി, അടുത്ത നക്ഷത്രം വിശാഖ. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യ 3/4 ഭാഗം കൂടിയാണ് തുലാം രാശിയിൽ വരുന്നത്. അപ്രതീക്ഷിതമായി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും. ഏത് ജോലി ചെയ്താലും അതിൽ വിജയ സാധ്യത നിങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നതാണ്.
ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം ഗുണമുണ്ടാകുന്നതായിരിക്കും. കിട്ടില്ലെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ധനം പോലും, അതായത് കടം കൊടുത്ത ധനമാണ്, ഇനി കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ധനം പോലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി ഗണ്യമായ തോതിൽ മെച്ചപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അടുത്ത രാശി മീനമാണ്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം വരുന്നുണ്ട്. അടുത്തത് ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. ഉദാദിത്യ രാജയോഗം ശുഭകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സൂര്യൻ്റെയും ബുധൻ്റെയും അനുകൂല സ്വാധീനത്താൽ സന്തോഷം ജീവിതത്തിൽ വന്നണയുന്നതാണ്. എല്ലാ മേഖലയിലും വിജയം കണ്ടെത്താനും ആ വിജയം കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു കുറച്ചു കാലം മുമ്പ് വരെ എന്തെടുത്തു കഴിഞ്ഞാലും നഷ്ടം, പരാജയം, ദോഷം, ദുരിതം, ദുഃഖം ഇതൊക്കെയായിരുന്നു. ഇവിടെ സൂര്യൻ കൂടി അനുഗ്രഹത്തിൽ വരുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. കാരണം ബുധൻ്റെ അനുഗ്രഹം വിദ്യാർത്ഥികൾക്ക് ആവോളം ലഭിക്കുകയാൽ തന്നെ വിദ്യാവിജയം ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ടതാണ്. വീട്ടിൽ പണത്തിന് യാതൊരു കുറവും ഫെബ്രുവരി 19 ശേഷമുള്ള സമയം ഉണ്ടാകില്ല. പണം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ആഡംബര വസ്തുക്കളൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ്. കാരണം ആഡംബര ജീവിതമൊക്കെ പ്രദാനം ചെയ്യുന്ന സൂര്യൻ്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുണ്ടാകുന്നതിനാൽ തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യത്തിൻ്റെ നല്ലൊരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ലോട്ടറി അടിക്കാനുള്ള അവസരം ഫെബ്രുവരി 19 ശേഷം ധാരാളമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം പരീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതും ഫെബ്രുവരി 19 ശേഷമുള്ള സമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്, ബുധൻ്റെ അനുഗ്രഹം. അപ്പോൾ ഈ 3-4 രാശിക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെയും ഈ ഒരു സമയത്ത് ബുദ്ധി കൃത്യതയായി പ്രവർത്തിക്കും. ബുദ്ധി കൗശലം കൊണ്ട് നേട്ടങ്ങൾ കീഴടക്കാൻ ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് സാധിക്കുന്നതിനാൽ തന്നെ ഭാഗ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നേട്ടങ്ങൾ പോകാനുള്ള പാത തുറന്നു കിട്ടും. വിദേശത്തേക്ക് പോകണമെങ്കിൽ ചില സമയം തടസ്സങ്ങളൊക്കെ വന്ന് ഇനി പോകാൻ കഴിയില്ല എന്നോർത്ത് വിഷമിച്ച് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം നാട്ടിലേക്ക് പോരേണ്ട അവസ്ഥയൊക്കെ വന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്. ഈ ഫെബ്രുവരി 19 ശേഷമുള്ള സമയം, അതായത് ഈ ഫെബ്രുവരി 11-12 ദിവസങ്ങളിലാണ് ഈ രാശിമാറ്റം നടന്നതെങ്കിൽ അതിൻ്റെ ഒരു പ്രഭാവം നമ്മളിലേക്ക് എത്തപ്പെടണമെങ്കിൽ വരുന്ന ഫെബ്രുവരി 19 ശേഷമാകണം. ഇപ്പോൾ ഫെബ്രുവരി ഇന്ന് 16 ഇനി 16 കഴിഞ്ഞ് 19 ശേഷമുള്ള ഒരു സമയം നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതാണ്. അത് എടുത്തു പറയേണ്ടത് വിദേശ ഭാഗ്യം കാണുന്നുണ്ട്. വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജോലി അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്തിട്ട് നഷ്ടപ്പെട്ടു എന്ന് ധനമൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്താനും സൗഹൃദങ്ങളൊക്കെ വീണ്ടും ഒന്ന് പുതുക്കിയെടുക്കാൻ, അതായത് ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സൗഹൃദങ്ങൾ വേണ്ട, ആരുമായും കൂട്ടില്ലാതെ ആകെ ഒരു ഒതുങ്ങിക്കൂടിയ ഒരു സ്വഭാവം നിങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായി ഈ ഒരു വേളയിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഫെബ്രുവരി 19 വരെ ഒന്ന് കാത്തിരിക്കുക. നല്ല സമയമാണ് വരാൻ പോകുന്നത്.